എല്ലാവർക്കും നമസ്കാരം. മൈ വേ ബൈ കല്യാണി ഈ പേരിലൊരു ഇൻഫ്ലുവൻസർ ഉണ്ട്. നിങ്ങൾ പല ആൾക്കാർക്കും അറിയാൻ പറ്റുമായിരിക്കും. അവരൊരു ഫാമിലി വ്ളോഗറാണ്. അതിലുപരി തന്നെ ബ്യൂട്ടി പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ലേഡിയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഇവരുടെ ഒരു പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പല ആൾക്കാരും അത് റിയാക്ട് ചെയ്തു. ഇപ്പോൾ ഞാൻ എന്തിനാണ് ഈ ഒരു വീഡിയോ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മൈ വേ ബൈ കല്യാണി എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബർക്ക് ഉണ്ടായ ഒരു അനുഭവം അവരവരുടെ ചാനലിൽ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ശരിക്കും എത്രയോ ആൾക്കാർ ഇത്തരം ചതികളിൽ പോയി പെടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു പരിധിവരെ ഇവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ഈ ബ്യൂട്ടി പ്രോഡക്ട്സുകൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇന്ന് ഒരുപാട് കമ്പനികൾ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ കുറച്ച് നാൾ റൺ ചെയ്ത് പോകുമ്പോൾ തന്നെ പരസ്യങ്ങൾക്ക് വേണ്ടി സമീപിക്കുന്നത് ഇത്തരം ആൾക്കാരെയാണ്. ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒരു അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് ഈ പ്രോഡക്റ്റ്സ് അയച്ചു കൊടുക്കും. അവരത് ചിലപ്പം വൺ ടൈം യൂസിങ് ആയിരിക്കും അവർ ചെയ്യുന്നത്. ഒരു പ്രാവശ്യം മാത്രം യൂസ് ചെയ്തിട്ട് ഇത് മനോഹരമായ പ്രോഡക്റ്റാണ്, നല്ല പ്രോഡക്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഇത് കണ്ടിട്ട് ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇവരെ വിശ്വസിച്ചുകൊണ്ട് ഈ സാധനം മേടിക്കും. സാധനം മേടിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും മോശപ്പെട്ട അനുഭവം ഉണ്ടാകുമ്പോഴേക്കും അവർ ചിലപ്പോൾ ഇവരുടെയൊക്കെ കമൻറ്റ് ബോക്സുകളിൽ കമൻറ്റുകൾ ചെയ്ത് കാണാറുണ്ട്. അപ്പോൾ ഇവിടെ കല്യാണിക്കുണ്ടായ ഒരു പ്രശ്നം, ഇവരുടെ പേര് വേറെന്തൊരു പേരാണ്, ഈ ചാനലിൻ്റെ പേരാണ് മൈ വേ ബൈ കല്യാണി എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്കുണ്ടായ ഒരു പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരിങ്ങനെ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് പുതിയ പ്രോഡക്റ്റ്സ് വരുമ്പോൾ ഇതെല്ലാം നമ്മൾ വൺ ടൈം ആണെങ്കിലും ഫേസിലോ അല്ലെങ്കിൽ കയ്യിലോ ഒക്കെ അപ്ലൈ ചെയ്താണല്ലോ കാണിക്കുന്നത്. അങ്ങനെ അപ്ലൈ ചെയ്തായിരിക്കാം ഒരു പക്ഷേ ഇവർക്ക് ഇവരുടെ ഫേസിൽ ഒരു പ്രശ്നം വന്നു. ഈ പ്രശ്നം വന്നപ്പോൾ ഇവർ ട്രിവാൻഡ്രത്തുള്ള ഒരു ക്ലിനിക്കിൽ കൊണ്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് ഇവർക്ക് പറ്റിയ ചതി എന്താണെന്ന് ഇവർ മനസ്സിലാക്കുന്നത്. നമുക്ക് എന്തായാലും കല്യാണം തന്നെ ഈ കാര്യം അവരുടെ ഷോർട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. ഇത് ഒരുപാട് ആൾക്കാർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഹോസ്പിറ്റലുകാർ പറയുന്നു അവർ ഭയങ്കര സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതുപോലെ യാതൊരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഡോക്ടേഴ്സ് ഇരുന്ന് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൻ്റെ ക്രെഡിബിലിറ്റി അവിടെ ബാധിക്കും. എന്തായാലും ഇവിടെ കല്യാണി ഈ ഷോർട്ട് വീഡിയോയിൽ ഹോസ്പിറ്റലിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. ക്ലിനിക്കാണ്, ഹോസ്പിറ്റൽ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ക്ലിനിക്കാണ്, ഫേമസ് ആണെന്നൊക്കെയാണ് പറയുന്നത്, നമുക്കറിയില്ല. അപ്പോൾ ഇതിനകത്ത് അവർ പേര് പറയാത്തതുകൊണ്ട് ഞാനും പേര് പരാമർശിക്കുന്നില്ല. അവർ ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് പറയുന്നുണ്ട്, വിത്ത് എവിഡൻസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എന്നാലും ഇതൊരു അവയർനെസ് വീഡിയോ ആയത് മാത്രമാണ് ഈ ഷോർട്ട് വീഡിയോ വെച്ച് ഞാൻ സംസാരിക്കുന്നത്. നമുക്ക് കല്യാണിക്ക് പറയാനുള്ള കാര്യം ഒന്ന് കേട്ടു നോക്കാം. ഒരുപാട് പേര് ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാനിതെല്ലാം കഴിഞ്ഞ ഒരു പരിധിയിൽ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വിത്ത് എവിഡൻസ് ആയിട്ട് ഞാൻ വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എന്താ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. അതായത് എൻ്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മെയിൻ ഡോക്ടർ ഒരു ലേഡിയാണ്. അവർ 3 മാസം കൂടുമ്പോഴേക്കേ ആ ഒരു ക്ലിനിക്കിൽ വരുള്ളൂ. അവിടെ ഇരിക്കുന്ന 2 ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ടങ്ങ് വിശ്വസിക്കും. നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവർ BDSഉം MBBSഉം പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഓരോ കോഴ്സ് ഉണ്ടല്ലോ, ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെയൊക്കെ, അത് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഇതെല്ലാം തിരക്കി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ബില്ല് ചോദിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ബില്ല് അവർ ഭയങ്കര കള്ളത്തരമായിട്ടാണ് തന്നത്. അതായത് നമ്മൾ കൊടുത്തതിൻ്റെ പകുതി പൈസയുടെ ബില്ല് മാത്രമേ അവർ തരുന്നുള്ളൂ. ഇതൊക്കെ നമ്മുടെ ഫയല് ചോദിച്ചു, അത് തരില്ല, ബില്ല് തരില്ല. അങ്ങനെ നമ്മൾ പോലീസിൽ കേസ് കൊടുത്തു. അങ്ങനെ അവരവിടെ വന്ന് ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ടും എനിക്ക് ഇതുവരെ അവർ പ്രോപ്പറായിട്ടുള്ള ബില്ല് എനിക്ക് തരുന്നില്ല. അപ്പോൾ ബില്ല് അവിടെ നിൽക്കട്ടെ, എൻ്റെ ഫയലിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇതുവരെ എടുത്ത ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഫയൽ തരാൻ പറഞ്ഞു. അത് കോപ്പി എടുത്തിട്ടായാലും അവർ നമുക്ക് തന്നാൽ മതി. പക്ഷേ അതും തരില്ല. അവരെങ്ങനെയൊക്കെ കാണിച്ചാലും അതൊന്നും അവർ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു ടെൻഷനും, എനിക്കിങ്ങനെ ഒരാൾ ഇതുപോലെ ഇങ്ങനെ ചീറ്റ് ചെയ്യും എന്നുള്ളത് എൻ്റെ മനസ്സ് അംഗീകരിക്കാത്ത എൻ്റെ വിഷമവും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇത്രയും നാളും. പക്ഷേ ഇപ്പം നമ്മൾ ഹീലിംഗ് സെക്ഷനിലൊക്കെ എടുത്തു. അപ്പോൾ ഡോക്ടർ തന്നെ എന്നോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ എല്ലാവരെയും വിശ്വസിക്കുന്നതെന്ന്. അങ്ങനെ ഞാനിപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാനൊരു വീഡിയോ മൊത്തത്തിൽ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കല്യാണി പറയുന്ന പ്രകാരം ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്തു, അവർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഗുണമില്ല എന്ന് മനസ്സിലായപ്പോൾ, തട്ടിപ്പാണെന്ന് മനസ്സിലായപ്പോൾ ബില്ല് ചോദിച്ചു, ബില്ല് കൊടുക്കുന്നില്ല. ട്രീറ്റ്മെൻറ്റിൻ്റെ ഫയൽ ചോദിച്ചു, ആ ഫയലും കൊടുക്കുന്നില്ല. ഭൂലോക ഉടായിപ്പ് ക്ലിനിക് എന്ന് ഉറപ്പിച്ച് പറയാം. ഇതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡിപ്രഷൻ ലെവലിലേക്കാണ് കല്യാണി അവരുടെ ചാനലിലൊന്നും അധികം ആക്റ്റീവ് ആവാത്തതെന്നാണ് കല്യാണി പറയുന്നത്. ഇത് പറയാനുള്ള കാരണം, ഇവരുടെ സബ്സ്ക്രൈബേഴ്സ്, ഇപ്പം ഈ ഫാമിലി വ്ളോഗേഴ്സ് അല്ലെങ്കിൽ ഇതുപോലത്തെ ബ്യൂട്ടി ടിപ്സ് ഒക്കെ പറയുന്ന ആൾക്കാരുടെ ചാനലുകളിൽ അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകൾ അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഇവരുടെ മാറ്റങ്ങൾ കാണുമ്പോൾ, ഇവരുടെ ആക്റ്റീവ്നെസ് കുറയുന്നതും അല്ലെങ്കിൽ ഇവരുടെ സംസാര രീതി മാറുന്നതൊക്കെ കാണുമ്പോൾ അവർക്കത് ഫീൽ ചെയ്യും. അവരത് ചോദിക്കും, എന്ത് പറ്റി, എന്താ ഇത്ര ഇപ്പോൾ പഴയതുപോലെ ആക്റ്റീവ് അല്ലല്ലോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിച്ചപ്പോൾ കല്യാണി ചെയ്ത ഒരു താൽക്കാലിക വീഡിയോ മാത്രമാണിത്. ഇത് ഏത് ഹോസ്പിറ്റലാണെന്നും അല്ലെങ്കിൽ ഏത് ക്ലിനിക്കാണെന്നും അവിടെ എന്താ സംഭവിച്ചെന്നൊക്കെ വ്യക്തമായിട്ട് അവർ ലോങ് വീഡിയോ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അത് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി സംസാരിക്കാം, വിത്ത് ഹോസ്പിറ്റലിൻ്റെ പേര്. ഇവിടെ ഇപ്പോൾ സംഭവിച്ചൊരു കാര്യം, എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. ഇവരെ പോലുള്ള ആൾക്കാർ പല കമ്പനികളുടെ പ്രോഡക്റ്റ് കൈ കിട്ടുമ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സ്വന്തം ബോഡിയിലാണ് അപ്ലൈ ചെയ്യുന്നത്.
ഒരു പ്രാവശ്യമായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അത് കണ്ടിന്യൂസ് അവർ യൂസ് ചെയ്യുന്നില്ല. പല ആൾക്കാരും നമ്മൾ പൊളിച്ചടിക്കുന്നുണ്ട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട്. കാരണം എന്താ പറയുക, സോപ്പ് വാച്ച് തേച്ചിട്ട് ഒരു പ്രാവശ്യം തേച്ച് കാണിക്കും, എന്നിട്ട് ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് വെച്ചിട്ട് അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ട് ദേ കണ്ടില്ലേ ഇവിടെ കറുത്തിരുന്നു, ഇവിടെ വെളുത്തിരുന്നു, ഇവിടെ ടാൻ ഉണ്ടായിരുന്നു, ഇവിടെ ടാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്ന ആൾക്കാർ നമ്മൾ പൊളിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇവരുടെ പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റ് ആവാം, നല്ലതല്ലാതിരിക്കാം. ഈ ഇടയ്ക്ക് കോൺട്രവേഴ്സിയിൽ പോയത് പ്രോഡക്റ്റ് മോശമാണ് എന്ന ലെവലിലാണ് പോയത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇവർ പല പ്രോഡക്റ്റ്സ് അവരുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കാണിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു റിയാക്ഷൻ അവരുടെ സ്കിന്നിലുണ്ടാവും. ആ റിയാക്ഷൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇവരുടെ ഫേസിൽ അങ്ങനെ ഒരു പിമ്പിൾ പോലത്തെ സാധനം അല്ലെങ്കിൽ ഒരു കുരു പോലത്തെ സാധനം വന്നത്. അത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോകുന്നതും അവിടെ ചതിക്കപ്പെട്ടപ്പോൾ ഇവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. നിങ്ങളെപ്പോലുള്ള ബ്യൂട്ടി വ്ളോഗേഴ്സ് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഒരു സാധനം വൺ ടൈം യൂസ് ചെയ്തിട്ട് അത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ച് നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ ഞാനത് ഉപയോഗിച്ചിട്ട് എനിക്ക് അത്ര യൂസ്ഫുൾ ആയില്ല, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുമ്പോൾ പല ആൾക്കാരും റിപ്ലൈ കൊടുക്കുന്നത് എങ്ങനെയെന്ന് അറിയോ? ഞാൻ പ്രൊമോട്ട് ചെയ്തത് മാത്രമല്ലേ ഉള്ളൂ, നിങ്ങളോട് വാങ്ങി ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ, നിർബന്ധിച്ചില്ലല്ലോ. കുറച്ച് നാൾ മുൻപ് തന്നെ ഒരു ആസ്ട്രോടോക്ക് നമ്മൾ സംസാരിച്ച ഒരു വിഷയമാണ്. ആസ്ട്രോടോക്കിൻ്റെ ഒരു ആപ്പ്, ആ ആപ്പിനെ കുറിച്ച് കുറേ അധികം ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ഒരു പർട്ടിക്കുലർ വ്യക്തി, ഞാൻ ഇനി ആ പേര് തൽക്കാലം ആ പേര് പറയുന്നില്ല, മുൻപ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് വീഡിയോ ചെയ്തതിൻ്റെ പിന്നാലെ അവർ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവർ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ഇതെൻ്റെ ജോലിയല്ലേ, തട്ടിപ്പ് പ്രൊമോട്ട് ചെയ്യുന്നതാണോ നിങ്ങളുടെ ജോലി? ഞാനിവിടെ കല്യാണി മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, കല്യാണി പ്രൊമോട്ട് ചെയ്യുന്ന പല പ്രോഡക്ട്സും, അതായത് യാതൊരു സർട്ടിഫിക്കേഷനും ഇല്ലാത്ത പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഒരുപാട് സാധാരണക്കാർ നിങ്ങളെ വിശ്വസിച്ച് ഈ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. അതിൽ നിന്ന് കൈ ഒഴിയാൻ പറ്റത്തില്ല. ഇവിടെ കല്യാണിക്ക് ഇങ്ങനൊരു അനുഭവം വന്നപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്, ചതിക്കപ്പെട്ടതിൻ്റെ വേദന മനസ്സിലാവുന്നത്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ആസ്ട്രോടോക്കിൻ്റെ കാര്യം പറഞ്ഞത്, ആ ഒരു പെൺകുട്ടി പറഞ്ഞ ഡയലോഗ് എൻ്റെ ജോലിയാണ്, നിങ്ങളോട് ഞാൻ നിർബന്ധിച്ച് വാങ്ങാൻ പറയുന്നില്ലല്ലോ, തട്ടിപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത് ജോലിയായിട്ട് കണക്കാക്കിയത് എനിക്കറിയില്ല എന്ന് ഞാൻ അന്നും പറഞ്ഞു. ഇവിടെ ഞാൻ പറയുന്നു, കല്യാണിക്ക് ആ ക്ലിനിക്കിൻ്റെ ടീം ആയിക്കോട്ടെ, ഒരു ടീം പറ്റിച്ചു എന്ന് മനസ്സിലായപ്പോൾ അതിൻ്റെ ഡിപ്രഷൻ കാരണം ആക്റ്റീവ് ആവാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മേലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെത്രമാത്രം ഡിപ്രഷനിലേക്ക് പോകണം? കാര്യം നിങ്ങളെ വിശ്വസിച്ചാണ് വാങ്ങുന്നത്. ഞാനിപ്പോൾ കല്യാണിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കുണ്ടായ അനുഭവം, നിങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ വേഴ്സ് എക്സ്പീരിയൻസ് ആണ്. കാര്യം ഒരു ക്ലിനിക്കും ഇങ്ങനെ പെരുമാറാൻ പാടില്ല. കാരണം നിങ്ങളെപ്പോലുള്ളൊരു ഇൻഫ്ലുവൻസറുടെ അടുത്ത് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ, ഇതിലൊന്നും പെടാത്ത, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്ത, ഇപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളിൽ പോകുന്ന എന്തായാലും അത്യാവശ്യം ഫിനാൻഷ്യലി സൗണ്ടായ ആൾക്കാർ മാത്രമേ അങ്ങനെ പോകത്തുള്ളൂ. കാര്യം അവിടത്തേക്ക് റേറ്റ് ചിലപ്പം കൂടുതലായിരിക്കാം, നമുക്കറിയില്ല, ഞാൻ അവിടെ പോയിട്ടില്ല, അതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല. എന്നാലും സാധാരണക്കാർ അവിടെ പോകാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ അവർ ഇത്തരത്തിൽ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് അല്ലാത്ത എന്നാൽ അത്യാവശ്യം സൗണ്ടായിട്ടുള്ള ആൾക്കാർ അവിടെ പോയി ട്രീറ്റ് ചെയ്തിട്ട് അവർക്കൊരു മോശം എക്സ്പീരിയൻസ് വന്നാൽ അവരോട് ഈ ഹോസ്പിറ്റലിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യും? അത്രമാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ കല്യാണിക്കൊരു വേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് ഇത്രമാത്രം വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥയും കൂടെ ഒന്ന് ആലോചിച്ച് പോകണം. ഞാൻ പറഞ്ഞത്, ഈ ഹോസ്പിറ്റലിൻ്റെ പേര്, ക്ലിനിക്കിൻ്റെ പേര് സഹിതം ഞാൻ പുറത്ത് പറയാം, ഇവർ വീഡിയോ ചെയ്യട്ടെ. ദയവേത് ഇത്തരം ക്ലിനിക്കുകൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യരുത്. ഒരു പക്ഷേ ആ ക്ലിനിക്കിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കല്യാണി കിട്ടിയിരുന്നെങ്കിൽ കല്യാണം അത് പ്രൊമോട്ട് ചെയ്യുമായിരുന്നു. ഞാനിങ്ങനെ പോയി അവിടെ ഇന്ന ഫെസിലിറ്റീസ് ഉണ്ട്, നല്ലതാണ് എന്നൊക്കെ പറയുമായിരുന്നു. വേണമെങ്കിൽ അത് കൊളാബും ചെയ്യുമായിരുന്നു. പക്ഷേ അവിടെ കല്യാണിക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടും, എന്നാൽ വേറൊരാൾ പോകുമ്പോഴേക്കും ചിലപ്പോൾ മോശം എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുന്നത്. അവിടെയും ഈ പറയുന്ന പണികൾ കാത്തിരിപ്പുണ്ട്. അപ്പോൾ സാധാരണക്കാർ ബ്യൂട്ടി പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ നോക്കി കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് അലേർട്ട് ആവുക. എത്ര പേര് ജെന്യൂൻ ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ ക്ലിനിക്കുകളിൽ പോകുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് വേണം പോകാൻ. കാരണം ഉള്ളിലോട്ടാണ് മെഡിസിൻ കഴിക്കുന്നത്, നമ്മുടെ ശരീരത്തിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല അലേർട്ടായിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഇത് ഒരു അവയർനെസ് വീഡിയോ ആയിട്ട് മാത്രം കാണുക. ഇതിനകത്ത് ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി വന്നതല്ല. പക്ഷേ ഇതിനകത്ത് ഒരു പരിധിവരെയൊക്കെ മിസ്റ്റേക്ക് കല്യാണിയുടെ ഭാഗത്തുമുണ്ട്. കാരണം എന്ത് പ്രോഡക്റ്റ് കിട്ടിയാലും അതെല്ലാം വാരി അപ്ലൈ ചെയ്യുമ്പോൾ ചിന്തിക്കണം. നമ്മൾ പ്രൊമോഷന് വേണ്ടിയാണ് ചെയ്യുന്നത്, എന്നാൽ പോലും ചിന്തിക്കണം, അത് നല്ലതാണോ മോശമാണോ എന്ന് ചിന്തിക്കണം. വെറുതെ ഒന്നും ഈ പറയുന്ന സാധനം വരത്തില്ലല്ലോ, മുഖത്ത് വരത്തില്ലല്ലോ. അപ്പോൾ മാറി പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ആലോചിക്കണം, നമ്മൾ ഈ അപ്ലൈ ചെയ്ത് കാണിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളാണ് എന്നും കൂടി ചിന്തിക്കണം. ചിന്തിച്ചാൽ നല്ലത്. എനിവേ, നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതായാലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ മാത്രമല്ല, പല ബ്യൂട്ടി വ്ളോഗേഴ്സും അവരുടെ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റുകൾ നെഗറ്റീവ് കമൻറ്റ് ആണെങ്കിൽ അത് പലതും ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. 1-2 വീഡിയോയുടെ താഴെ ഞാൻ കണ്ടു, കമൻറ്റ് ഇടുമ്പോൾ നെഗറ്റീവ് കമൻറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇവരെ വിമർശിക്കുന്ന കമൻറ്റുകളാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്ലസും മൈനസും ഒക്കെ മനസ്സിലാക്കാൻ കമൻറ്റുകൾ സഹായിക്കും. സോ ഇവിടെയും ഞാൻ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ എഴുതാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.